ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രൂഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോകൾ കണ്ടിട്ട് പലപ്പോഴും പല ഫാമേഴ്സും ചോദിക്കാറുണ്ട് ഏത് ചിക്സാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏതാണ് ഫീഡ് ഉപയോഗിക്കാറെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ടൊരു പ്രീമിയം കൊടുത്തുള്ള ചിക്സ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഒരു നോർമലായിട്ട് വരുന്ന ഒരു ചിക്സ് തന്നെയാണ് ഉപയോഗിക്കാറ്. എന്നാലും ക്വാളിറ്റിയിലൊരു വിട്ടുവീഴ്ചയും നടത്താറുമില്ല. പക്ഷെങ്കിൽ ഇതിനേക്കാളേറെ ഉപരി നമ്മൾ ബ്രൂഡിങ്ങിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു വീക്ക് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു ഇലക്ട്രിക് ബ്രൂഡിങ്ങിന് പുറമെ നമ്മളവിടെ ഒരു ഗ്യാസ് ബ്രൂഡിങ് കൂടെ കൊടുക്കും. ഇനി അതെല്ലാം ഗ്യാസ് ബ്രൂഡിങ് പറ്റാത്ത സ്ഥലത്താണെങ്കിൽ സെൻട്രൽ നമ്മൾ ആ ഒരു വിറക് വെച്ചിട്ടുള്ള ബ്രൂഡിങ് കൂടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്രൂഡിങ് സ്റ്റേജിലെ നമ്മൾ കാര്യങ്ങൾ പക്ക ക്ലിയറായി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ബാച്ചിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഫാമിൽ വരുന്നത് തടയാൻ പറ്റുന്നത് മാത്രമല്ല, നമുക്ക് ആ ഒരു ബാച്ച് നല്ല ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ചിക്സിൻ്റെ അത് ഏർലി മോർട്ടാലിറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാനും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു ബ്രൂഡിങ് കറക്റ്റ് ആണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുണ്ടാവില്ല. അതില്ല തന്നെ ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫീഡ് എടുക്കാൻ നോക്കും. ഫീഡ് എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ അത് വെള്ളവും കുടിക്കും. അപ്പോൾ ഇത് ഇന്ന് വന്ന ചിക്സാണ്. നമ്മൾ ആ ഒരു പേപ്പറിൽ ഫീഡിട്ട ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ടെർബോ ഫീഡറിലും കൂടെ ഫീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ഫീഡറും കാണിച്ചു തരാം. എല്ലാ ഫീഡറിൽ നിന്നും നല്ല രീതിയിൽ തന്നെ അവ ഫീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു കോഴിക്കുഞ്ഞ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് കറക്റ്റ് അല്ലെങ്കിൽ ഇവർ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വര കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫീഡ് എടുക്കുന്നതും കുറയും, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും കുറയും. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ഏർലി ചിക്സ് മോർട്ടാലിറ്റി വരുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളവിടെ ഒരു എക്സ്പെൻസ്, നമ്മൾ ആ ഒരു ചിലവ് നോക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ചിലവാകുന്ന പൈസ ഈ ഒരു ഏർലി ചിക്സ് മോർട്ടാലിറ്റി കുറയുന്നതിലൂടെയും അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്നതിലൂടെയും നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ളത്. ഗ്യാസ് ബ്രോഡർ നമ്മൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ബാരലാണെങ്കിൽ നമ്മൾ ഈ റൗണ്ട് കുറച്ചും കൂടെ ഒന്ന് വലുപ്പാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ബാരൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഗ്യാസ് ബ്രൂഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബ്രൂഡറിൻ്റെ അകത്ത് നമ്മൾ ഗ്യാസ് കുത്തി വെക്കാൻ പാടില്ല. നമ്മളിതിനെ പുറത്തായിട്ട് കുത്തി മാറ്റി വെക്കാം. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമുക്കറിയാം നല്ല ചൂടായിരിക്കും. നമ്മളവിടെ ഒരു 36-37 ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാസ് കുറ്റിയിലേക്ക് അതിൻ്റെ ആ ഒരു ചൂട് വന്നിട്ടുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1% പോലും അപകടത്തിന് ചാൻസ് ഇല്ല. ഇങ്ങനെ നമ്മൾ ഈ ഗ്യാസ് ബ്രൂഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ഫാമേഴ്സിനും ഒരു ഡൗട്ട്, ഈ ഗ്യാസ് ബ്രൂഡിങ് ഭയങ്കര അപകടമാണെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ ഒരു അപകടം വരത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഓണായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്യാസ് കുറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉറപ്പാകത്തുള്ളൂ. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ബ്രൂഡിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരം വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.